ചെറിയനാട് ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന അങ്കണവാടിയിൽ പാചകപ്പുരയ്ക്ക് സമീപം പാമ്പിനെ കണ്ടത് പരിഭ്രാന്തി പരത്തി. അരിയുന്നശ്ശേരി രണ്ടാലുമൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന 49-ാം നമ്പർ അങ്കണവാടിയിലാണ് ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവമുണ്ടായത്. ചെറിയനാട് ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയുടെ പാചകപ്പുരയ്ക്ക് സമീപമാണ് പാമ്പിനെ കണ്ടെത്തിയത്. ഇത് പരിഭ്രാന്തി വരുത്തി. അരിയന്നൂർശ്ശേരി രണ്ടാലുമൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന 49-ാം നമ്പർ അംഗൻവാടിയിലാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ സംഭവമുണ്ടായത്. 6 കുരുന്നുകളും 1 ജീവനക്കാരിയും മാത്രമാണ് ഇവിടെയുള്ളത്. താൽക്കാലിക അധ്യാപികയായ സവിത കുട്ടികൾക്കായി ഉച്ചഭക്ഷണം പാകം ചെയ്ത് വിളമ്പാനുള്ള പാത്രം കഴുകാനായി പാചകപ്പുരയിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ വാതുക്കൽ പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. പരിഭ്രാന്തരായ ഇവർ ഉടൻ തന്നെ വാർഡ് മെമ്പർ സുമാ സുരേഷിനെ വിവരം അറിയിച്ചു. നാട്ടുകാരുമെത്തി. മൂർഖൻ പാമ്പ് ഈ സമയം സമീപത്തെ പഴങ്ങൾ സൂക്ഷിച്ചിരുന്ന ഭാഗത്തേക്ക് കയറിപ്പോയി. ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായതെന്ന് ജീവനക്കാരി സവിത പറഞ്ഞു. ഞാനിവിടെ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരുന്ന സമയത്താണ് ഇതുപോലെ ഈ സൈഡിലായിട്ട് കാണാനിടയായത്. മൂർഖൻ പാമ്പിനെ കാണാനിടയായത്. അത് പിന്നെ പെട്ടെന്നത് പാസ് ചെയ്തിങ്ങനെ ഇതിൻ്റെ ഇടയിലോട്ട് അങ്ങ് പോവുകയാണ് ചെയ്തത്. അത് നമ്മുടെ ഈ അംഗനവാടിയുടെ ചുറ്റുവട്ടത്തും ഒരുപാട് കാട് പിടിച്ച് കിടപ്പുണ്ട്. അപ്പോൾ അത് ഇതിനിടയിൽ കൂടെ ആ മതിലിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് വിള്ളലുകളൊക്കെ ഉണ്ട്. അവിടുന്ന് കയറി വരാനാ സാധ്യത. അംഗൻവാടി പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് തൊട്ടടുത്തുള്ള പുരയിടം കാട് വളർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. പ്രദേശത്ത് ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാകാൻ പ്രധാന കാരണം ഇതാണെന്ന് നാട്ടുകാർ പറയുന്നു. അംഗൻവാടി സ്ഥിതി ചെയ്യുന്ന പരിസരം സുരക്ഷിതമല്ലെന്ന് പഞ്ചായത്ത് അധികൃതർക്ക് ബോധ്യം വരാൻ ഈ സംഭവം കൂടി ഉണ്ടാകേണ്ടി വരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. അതേസമയം പഞ്ചായത്ത് അധികൃതർക്ക് ജീവനക്കാരി പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ ജനപ്രതിനിധികളും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നേരിട്ട് കണ്ട് വിലയിരുത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാരി മധു, 4-ാം വാർഡ് മെമ്പർ സുമാ സുരേഷ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ICDS സൂപ്പർവൈസർ എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പാമ്പിനെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് പരാതി അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറിയനാട് ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി ഉൾപ്പെടെ AE ഉൾപ്പെടെ അതുപോലെ പഞ്ചായത്ത് മെമ്പർ, 5-ാം വാർഡിലെ മെമ്പർ, ALMC അംഗങ്ങളെ, ICDS സൂപ്പർവൈസർ, അങ്ങനെയുള്ള എല്ലാവരുടെയും നേതൃത്വത്തിൽ ഞങ്ങൾ സ്ഥലപരിശോധനയ്ക്കായിട്ട് വന്നതാണ്. സ്ഥലം പരിശോധിച്ചു. AE അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ അരഞ്ഞു. താമസിക്കാത്ത അടിയന്തരമായി യുദ്ധകാല അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതിന് പരിഹാരം കാണുന്നതായിരിക്കും. ഞങ്ങൾ അതിന് വേണ്ട നടപടികൾ ഇന്ന് മുതലേ തുടക്കം കുറിക്കും. അതുകൊണ്ട് അടുത്തുള്ള കാട്, അടുത്തുള്ള പ്രദേശത്തുള്ള കുറച്ച് കാട് നല്ലവണ്ണം കിടപ്പുണ്ട്. ആ പ്രദേശത്തെ അയ്യത്തെ ആ ഭൂമിയിലെ കാട് വെട്ടിത്തെളിക്കാനായിട്ട് ആ ഓണർക്ക് ഞങ്ങൾ നോട്ടീസ് കൊടുക്കുന്നതായിരിക്കും. ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിക്കും. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ശിശുക്ഷേമ വകുപ്പ് മന്ത്രി. അതിനെ ഞങ്ങൾ ആ അർത്ഥത്തിലും ആർജവത്തോടെയും ഞങ്ങൾ കാണുന്നതിന് വേണ്ടി തീരുമാനമെടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിത ഉറപ്പാക്കുന്നതിന് വേണ്ടി ചെറിയനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാവിധമായ സഹായ സഹകരണങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അംഗൻവാടിയിലെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള തീരുമാനവും കൈക്കൊണ്ടു. CDNet ന്യൂസ്, ചെങ്ങന്നൂർ.